വലിയ നഷ്ടമാണ് നാടിനെ സംബന്ധിച്ച്. ഭയങ്കര നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ സംശയമായിരിക്കുന്നു. ഇതിപ്പം പ്രതീക്ഷിക്കാത്ത സമയത്തല്ല ഇത്രയും മരങ്ങളുള്ള സ്ഥലത്ത് സാധാരണ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉള്ളുപൊട്ടൽ ഉണ്ടാകുന്നതല്ല. ഇപ്പം അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അത്രയും ഭയങ്കര ഒരു ശോചനീയമായത്. പ്രകൃതിയുടെ എങ്ങനെ സംഭവിച്ചു നമുക്കും പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ ഇത്. ഒന്നെങ്കിൽ മലമ്പ്രദേശമാണ് വെള്ളം കെട്ടിയുന്ന, ഇതിപ്പം മഞ്ഞ് വീണതാണോ എന്ന് മഞ്ഞുകെട്ട വീണാൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്ന തോന്നുന്നത്. സേതുലക്ഷ്മി, ഇപ്പോൾ ഇതിൽ ഈ വിദഗ്ധ പരിശോധനകൾ എങ്ങനെയാണ് സംഭവിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ശേഷമായിരിക്കും, പിന്നീടായിരിക്കും. ആദ്യം ഈ കാര്യത്തിൽ ഒരു ഇവിടുത്തെ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള, അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുന്ന പശ്ചാത്തലമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 JCB ഉപയോഗിച്ച് 3 സ്ഥലങ്ങളിലായി, ആ വീടിന്റെ 3 സ്ഥലങ്ങളിലായി പതിയെ മണ്ണ് മാറ്റിയും അതുപോലെ തന്നെ ഈ വീടിന്റെ മേൽക്കൂരയൊക്കെ അടിഞ്ഞു വീണത് അവിടെയൊക്കെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനകൾ തുടരുന്ന സാഹചര്യമാണ്. ശ്രീലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഈ കുന്ന് ഒരു മുകളിൽ നിന്ന് ഇടിഞ്ഞിങ്ങി വീണിരിക്കുകയാണ്. ആ മുകളിലത്തെ മുഴുവൻ മണ്ണും ഇപ്പോൾ ഈ താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴെ അതിന്റെ ഭാഗമായി വലിയ വെള്ളമൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഉയർച്ച താഴെ വെള്ളം കെട്ടുകളിലെല്ലാം വെള്ളത്തിൽ ജലം ഉയരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഇപ്പോൾ ഈ പരിശോധന ആകെ തുടരുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും, വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ നമുക്ക് JCB ഉപയോഗിച്ച് ഇപ്പോൾ ആ വീടിന്റെ ഭാഗം വാർക്ക പൊളിച്ചു മാറ്റി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ഓരോ വാർക്കയുടെ ഇത് പൊട്ടിച്ച ആ വീടിന്റെ മുകളിലത്തെ ഭാഗത്തെ സൈഡിലെ വശത്തേക്ക് ഈ വാർക്ക പൊളിച്ചു മാറ്റിക്കൊണ്ട് JCB ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. അതാണ് വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവിടെയാണ്. പക്ഷേ വീട് അവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. വീട് അവിടെ നിന്ന് കുറച്ച് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മണ്ണൊഴുകി വന്ന് ഇടിച്ച് വീട് കുറച്ച് അകലേക്ക് മാറിയതാണെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. വീടിന്റെ ഇരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ ഈ വാർക്ക ഉൾപ്പെടെ കിടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്രയുമെങ്കിലും ഒരു ചെറിയ അളവിലെങ്കിലും ഇത് ദൃശ്യങ്ങൾ ഈ വീടിൻ്റെതായി കാണാൻ കഴിയുന്നത്. നേരത്തെ അത്തരത്തിൽ ഒരു വീടിന്റെ അവശിഷ്ടം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മണ്ണ് വന്ന് മൂടുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പരിശോധന തുടരുകയാണ്. JCB ഉപയോഗിച്ച് ഈ വാർക്ക പൊട്ടിച്ചുള്ള പരിശോധന തുടരുന്ന സാഹചര്യമാണ്. ഏതാണെങ്കിലും ഈ നാടിനെ സംബന്ധിച്ച് വേദനയാണ്. മുമ്പ് ഇങ്ങനൊരു സാഹചര്യമേ ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ മണ്ണിടിച്ച് ഉരുൾപൊട്ടലുണ്ടായി വലിയ നഷ്ടമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കുടുംബത്തിന്റെ വേദന അത് നാടിന്റെ മൊത്തം വേദനയായി മാറുന്ന സ്ഥിതിയാണ്. ജീവിതത്തിൽ മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലാകെ സജീവമായി നിന്നിരുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാവരോട് ചോദിക്കുമ്പോഴും നല്ലത് മാത്രം പറയാനുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ അപകടത്തിന്റെ വലിപ്പം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ്. ഈ സേതുലക്ഷ്മി സങ്കടകരമായ കാഴ്ച എന്ന് പറഞ്ഞ് JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുമ്പോൾ അതിൽ നിന്ന് ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ, പാത്രങ്ങൾ, ചെരുപ്പുകൾ, അങ്ങനെ പലതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അതൊരു